പഞ്ചബദരി യാത്രകളിൽ അഞ്ചാമത്തെ ക്ഷേത്രമാണ് ആദിബദരി. ഹിമാലയത്തിലെ അതിപുരാതനവും വിസ്മയകരവുമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണിത്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ കർണപ്രയാഗിൽ നിന്നും ഏതാണ്ട് 19 കിലോമീറ്റർ അകലെയായി കർണപ്രയാഗ് റാണിഖേത് റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗഡ്വാൾ മേഖലയിൽ നിന്നും നൈനിറ്റാൾ, അൽമോറ തുടങ്ങിയ കുമാവോൺ മേഖലകളിലേക്ക് കടക്കാനുള്ള ഒരു എളുപ്പപാത കൂടിയാണിത്. ഈ പഞ്ചബദരികളിൽ വച്ച ഏറ്റവും മനോഹരമായ ക്ഷേത്രവും ഇതുതന്നെയാണ്. ചെറുതും വലുതുമായ 16ഓളം ക്ഷേത്രങ്ങൾ അടങ്ങുന്ന ഒരു സമുച്ചയമാണിത്. സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലുള്ള അതിപ്രധാനമായൊരു ക്ഷേത്രം. ഇതിൽ 7 ക്ഷേത്രങ്ങൾ 5 മുതൽ 8-ാം നൂറ്റാണ്ട് വരെയുള്ള ഗുപ്തകാലഘട്ടത്തിൽ നിർമ്മിച്ചവയാണെന്ന് കരുതപ്പെടുന്നു. ബാക്കിയുള്ളവ 9 മുതൽ 11-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തുമാണത്രേ. കത്യൂരി വാസ്തുവിദ്യാശൈലിയിൽ പൂർണ്ണമായും കല്ലുകൾ അടുക്കി വെച്ചുള്ള ഒരു നിർമ്മിതിയാണിത്. ആദി ശങ്കരാചാര്യസ്വാമികൾ തന്നെയാണ് ഈ ക്ഷേത്രവും പുനരുദ്ധരിച്ചതും ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ചിട്ടപ്പെടുത്തിയതും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റേതാണ്. കറുത്ത സാളഗ്രാമശിലയിൽ നിർമ്മിച്ച ഏതാണ്ട് 3 അടിയോളം ഉയരമുള്ള നിൽക്കുന്ന രൂപത്തിലുള്ള അതീവ തേജസ്സുള്ള ഒരു വിഗ്രഹമാണിത്. സത്യയുഗത്തിൽ ഭഗവാന്റെ സാന്നിധ്യം ബദരീനാഥിൽ ഉണ്ടാവുന്നതിന് മുൻപ് ഇവിടെയായിരുന്നു വസിച്ചിരുന്നത് എന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് ആദിബദരി എന്നൊരു പേര് വന്നതും. അത്ഭുതപ്പെടുത്തുന്ന വാസ്തുവിദ്യയാണ് ഈ ക്ഷേത്രങ്ങളുടേത്. മിക്കതും ചെറുതാണെങ്കിലും മുഖമണ്ഡപത്തോട് കൂടിയവയാണ്. ശ്രീകോവിലുകളുടെ മുകൾ ഭാഗം സ്തൂപികാകൃതിയിൽ മുകളിലേക്ക് ചെന്ന് ശിഖരത്തോട് കൂടിയവയാണ്. ശില്പങ്ങളിൽ പലതും കാലപ്പഴക്കത്താൽ തേഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. ഇവിടുത്തെ ശിലകളിൽ കൊത്തിവെച്ചിട്ടുള്ള ചിത്രങ്ങളും രൂപങ്ങളും അന്നത്തെ ശില്പികളുടെ കഴിവിനെയാണ് കാണിക്കുന്നത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കടുത്ത മഞ്ഞുവീഴ്ചയെയും കാലാവസ്ഥാ മാറ്റങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിച്ച് ഇവ കേടുകൂടാതെ നിലനിൽക്കുന്നു എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. പണ്ട് ഇത് കുറച്ചുകൂടി വലിയ ഒരു സമുച്ചയമായിരുന്നു എന്ന് തോന്നുന്നു. ക്ഷേത്രത്തിൻ്റെ പുറകിലായി തകർന്ന ക്ഷേത്രാവശിഷ്ടങ്ങൾ ചിലത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നതും കാണാം. കലിയുഗാവസാനത്തിൽ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ കൂടുതൽ പ്രകടമാവുകയും അതിനുശേഷം ആരാധനകളുടെയും തീർത്ഥാടനത്തിൻ്റെയും ഒക്കെ ഒരു പ്രധാന കേന്ദ്രമായി വീണ്ടും ഇവിടെ മാറുമെന്നുമാണ് വിശ്വാസം. സ്വർഗാരോഹണ യാത്രയ്ക്ക് മുൻപ് പാണ്ഡവർ ഇവിടം സന്ദർശിക്കുകയും പൂജകൾ നടത്തിയതുമായി കരുതപ്പെടുന്നു. അതുപോലെ വേദവ്യാസ മഹർഷി വേദങ്ങളെ 4 ആക്കി ക്രമീകരിച്ചതും ഇവിടെ വച്ചായിരുന്നു അത്രേ. ഭാരതീയ വാസ്തുവിദ്യയുടെയും വിശ്വാസത്തിൻ്റെയും മനോഹരമായൊരു സംഗമഭൂമിയാണിത്. ചമോലി ജില്ലയിലെ ഗൈർസിൻ എന്ന താലൂക്കിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദിബദരി എന്ന് തന്നെയാണ് ഈ സ്ഥലം അറിയപ്പെടുന്നതും. വലിയ ജനത്തിരക്കോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ പ്രകൃതിയോടിണങ്ങി വളരെ ശാന്തമായൊരു അന്തരീക്ഷമാണ് ഇവിടെ. ക്യാമറ കണ്ണുകളിലൂടെ ചരിത്രം പകർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ശിലയിൽ തീർത്ത ഈ പുരാതന ക്ഷേത്രങ്ങളും പശ്ചാത്തലത്തിലെ പച്ചപ്പും മലനിരകളുമൊക്കെ മികച്ച ഫ്രെയിമുകൾ സമ്മാനിക്കും.